വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ് കാണുക. അതിനുശേഷം മാത്രം ഇനി വരാൻ പോകുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുക. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ അക്കൗണ്ടിങ് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വൈകാതെ തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് പഠിക്കാം. അക്കൗണ്ടിങ് നമ്മൾ +1 +2 മുതൽ PG വരെയുള്ള അക്കൗണ്ടിങ് ആണ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിൽ ഒരു നല്ല റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അക്കൗണ്ടിങ്ങിൽ ഇതിനു മുൻപ് യാതൊരു പരിചയവുമില്ലാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ എക്സാം എഴുതുന്നുണ്ട്. അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് അക്കൗണ്ടിങ്ങിൽ വരുന്ന ബേസിക് ഫാക്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെഡ്ജറിനെ കുറിച്ചാണ്. The word ledger is derived from the Dutch word ledger. It means to lie. Therefore, ledger means a book in which various accounts are kept. ലെഡ്ജറിലാണ് നമ്മൾ ഡിഫറെൻറ്റ് ബുക്സ് സൂക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബുക്കിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് സിമിലർ ട്രാൻസാക്ഷൻസ് അറ്റ് വൺ പ്ലേസ്. ഒരു പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സിമിലർ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ലെഡ്ജർ. In the words of Fieldhouse author, ledger is the permanent storehouse of all transactions. എല്ലാ ട്രാൻസാക്ഷൻസും നമ്മളുടെ എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും സ്റ്റോർ ഹൗസ് ആയിട്ടാണ് നമ്മൾ ലെഡ്ജറിനെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ലെഡ്ജർ അക്കൗണ്ട്സ് ജേണൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ പോസ്റ്റിംഗ്. Separate accounts are opened for each person and each item on separate pages in the ledger. Then all transactions relating to that person or item are recorded in the journal or transferred to the concerned account. നമ്മൾ ജേണലിൽ എൻട്രീസ് എഴുതിയതിന് ശേഷമാണ് ലെഡ്ജറിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ജേണൽ ആൻഡ് ദെൻ ദീസ് ട്രാൻസാക്ഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ലെഡ്ജർ. സോ ദിസ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ട്രാൻസാക്ഷൻസ് ഫ്രം ജേണൽ ടു ദ ലെഡ്ജർ ഈസ് നോൺ ആസ് പോസ്റ്റിംഗ്. ദെൻ വി ക്യാൻ സീ വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് എ ലെഡ്ജർ. അപ്പോൾ ഈ കാണുന്നതാണ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റിൽ നമുക്ക് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്, എഗെയിൻ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട് കാണാം. ഇതിൽ ഡേറ്റ് എന്ന് പറയുന്ന കോളത്തിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ്, അതാണ് നമ്മൾ അവിടെ എൻട്രി ചെയ്യുന്നത്. ദെൻ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ദെൻ ജേണൽ ഫോളിയോ. These are used for recording the page numbers of the journal from where the entries are posted. നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ കാണിച്ചിട്ടുള്ള പേജ് നമ്പറാണ് ഈ ജേണൽ ഫോളിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എമൗണ്ട് ആണ്. ഈ എമൗണ്ട് കോളത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ടിൻ്റെ പർച്ചേസ് ആണ് നടന്നത് അല്ലെങ്കിൽ എത്ര എമൗണ്ടിൻ്റെ സെയിൽസ് ആണ് നടന്നത്, ആ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഈ ഒരു കോളത്തിൽ കാണിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പം അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, ജേണൽ കോളം ആൻഡ് എമൗണ്ട് കോളം, ജേണൽ ഫോളിയോ കോളം ആൻഡ് എമൗണ്ട് കോളം, ദെൻ എഗെയിൻ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ് ആൻഡ് ജേണൽ ഫോളിയോ, എമൗണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെബ്റ്റർ, ക്രെഡിറ്റർ എന്നീ 2 സൈഡുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ലെഡ്ജർ കാണിക്കുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്രൊസീജിയർ ഫോർ പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട്. നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ജേണലിൽ നിന്ന് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുമ്പം എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് വരുന്നത്? ഫസ്റ്റ് വൺ, ഓപ്പൺ സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ഫോർ ഈച്ച് അക്കൗണ്ട് ഫൗണ്ട് ഇൻ ദ ജേണൽ. ഓരോ അക്കൗണ്ടും നമ്മൾ ജേണലിൽ കാണിച്ചിരിക്കുന്നതിന് ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സെയിൽസ് നടത്തി, ക്യാഷ് സെയിൽസ് കണ്ടക്ട് ചെയ്താൽ നമ്മുടെ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് എക്റ്റഡ് ടു സെയിൽസ് ആണ്.
ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷും അതുപോലെ തന്നെ സെയിൽസും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സിൽ കാണിക്കണം അല്ലേ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിക്കും? ടു സെയിൽസ് എന്നും ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബൈ ക്യാഷ് എന്നും ആ രീതിയിലാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. Then write the word DR on the top left corner of the account indicating the debit side. അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ടോപ്പ് ലെഫ്റ്റിൽ നമ്മൾ DR എന്ന് കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിക്കും? CR എന്ന് കാണിക്കും. DR എന്ന് പറഞ്ഞാൽ ഡെപ്റ്റർ ആണ്, CR എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആണ്. ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ദെൻ ജേണൽ എൻട്രി ഷുഡ് ബി പോസ്റ്റഡ് ഇൻ ദ ഓർഡർ ഓഫ് ദ ഡേറ്റ്. ഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ ജേണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ജാനുവരി 1 ഒരു ട്രാൻസാക്ഷൻ നടന്നു, ജനുവരി 15 ഒരു ട്രാൻസാക്ഷൻ നടന്നു, ജനുവരി 10 ഒരു ട്രാൻസാക്ഷൻ നടന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഏത് കാണിക്കണം? ജനുവരി 1 കാണിക്കും, ജനുവരി 10 കാണിക്കും, ദെൻ ജനുവരി 15 കാണിക്കും. അങ്ങനെ ഓർഡർ അനുസരിച്ചാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. In the account open in the ledger in the name of debit account, write the date of the transaction in the date column, then write the other account, then in the particulars column. അപ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് കാണിച്ച് പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ എന്താണോ നമ്മുടെ ട്രാൻസാക്ഷൻ അതും എമൗണ്ടുമാണ് കാണിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജേണൽ എൻട്രീസ് എങ്ങനെയാണ് നമ്മൾ ജേണലൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ജേണലൈസ് ചെയ്യുന്ന രീതി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്